ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ധ്യാൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഹോസ്പിറ്റൽ വരെ പോവാട്ടോ. അപ്പോൾ ഇന്നതാണ് എൻ്റെ വേഷം, ഹോസ്പിറ്റലിൽ പോകാനുള്ള. പോക്കൊക്കെ കണ്ടാൽ എങ്ങാണ്ട് ടൂറ് പോകാൻ തോന്നും. ഭയങ്കര ചൂടാട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഇതുണ്ട് അവിടെ നിൽക്കുന്നതൊക്കെ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ടൂര് പോകുന്ന ആൾക്കാരെല്ലാം കൈവക്കി കാണിക്കും അവർ, വണ്ടിക്കാരെ. അപ്പോൾ വണ്ടിക്കാരെ ഇപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ ഓൾമോസ്റ്റ് അറിയാം. പുതുതായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ അവർ എനിക്ക് എന്താ അത്യാവശ്യമെന്ന് അവർ നിർത്തുമ്പോഴേ അറിയുന്നത് ബാറ്ററി ചേഞ്ച് ചെയ്യണോ, വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ കൈപൊക്കി കാണിക്കുന്നത്. ഈ വലത്തെ സൈഡിൽ കാണുന്നത് കാലിക്കറ്റ് പാരഡൈസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടൊരു കുറച്ചേ ആയിട്ടുള്ളൂ. കുറച്ചൊക്കെ ആൾക്കാരുണ്ട് രാവിലെ അവിടെ. ഇതാണ് അതുകൊണ്ട് ആ കാണുന്ന വലിയ ബിൽഡിങ്ങില്ലേ, അതാണ് എൻ്റെ ഹോസ്പിറ്റൽ. ഇതാണ്ട് ആ കാണുന്ന വലിയ ബിൽഡിങ്. ഈ കാണുന്നുണ്ടല്ലോ, ഈ ഞാൻ നേരെ പോകുന്നതിന് ഓപ്പോസിറ്റ് ഒരു മതിൽ കണ്ടില്ലേ, അത് ഇവിടുത്തെ ശ്മശാനമാണ്. അവിടെ ആൾക്കാരെയൊക്കെ ഉണ്ടാക്കണോ. ആ കാണുന്ന ആ വലിയ ബിൽഡിങ്ങിൻ്റെ താഴെയുള്ള കൊച്ചു ബിൽഡിങ് കേട്ടോ. ആ വലിയ ബിൽഡിങ്ങിൻ്റെ അടുത്ത് വരെ പോകണം. എൻ്റെ ഹോസ്പിറ്റൽ അവിടെയാണ്. ഇത് കണ്ടോ, ഇവിടുത്തെ കറണ്ടിൻ്റെ ഇത്ര ഏരിയയിലേക്കുള്ള കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് കൂട്ടൊരു എന്താ പറയുക, ഒരു ബിൽഡിങ് പോലെ ചെറിയൊരു ഷെൽട്ടർ അല്ല, ബിൽഡിങ് പോലെ തന്നെ നല്ല പ്രൊട്ടക്ഷനുള്ള ബിൽഡിങ് പോലെ ഉണ്ടാക്കിയിട്ട് അതിലാണ് കുറച്ച് കറണ്ട്, വെള്ളം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുടെയൊക്കെ കണക്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലെ ഇലക്ട്രിസിറ്റി KSB ഇല്ലേ, അതുകൂട്ട് തന്നെ ഇവിടെ ഇങ്ങനെയാണ്. ഓരോ കുറച്ച് ബിൽഡിങ്ങുകളുടെ കുറച്ച് ഏരിയയിലുള്ള കുറച്ച് ബിൽഡിങ്ങുകളുടെ ഇങ്ങനെ ഒരു പ്രോപ്പർ ഏരിയയിലോട്ട് കൊടുത്തേക്കുവാണ്. ഇത് പോകുന്നത് ഇവിടുത്തെ പള്ളിയാട്ടോ. അതുകൊണ്ട് അങ്ങ് കണ്ടില്ലേ, അത് സൈക്കിളുകാരൻ കണ്ടില്ലേ, റെഡ് ഷർട്ട് ഇട്ട് അവിടെ തൊട്ട് ഈ മിറ്റം ഫുള്ളും പള്ളിക്കാകും ഫുള്ള് വെള്ളിയാഴ്ച ദിവസം റോഡ് വരെ ആൾക്കാരിരുന്ന് പ്രാർത്ഥിക്കാനിരിക്കുക. ആ 12:30 1 മണിയാകുമ്പോഴേക്കും ഇങ്ങോട്ട് വന്നാൽ സൂചി കുത്താൻ സ്ഥലമില്ല, അതുകൂട്ടാണ്. അതെല്ലാം വെള്ളിയാഴ്ചയും, എന്നാൽ ഇന്ന വെള്ളിയാഴ്ച അല്ല, അത് പ്രോപ്പറായിട്ട് അവർ ചെയ്യുന്നൊരു കാര്യം ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടതിൽ കേട്ടോ. UAE വന്ന് കണ്ടതിൽ ഒരു വെള്ളിയാഴ്ച പോലും ഒരു പള്ളിയിലും സ്ഥലം കുറച്ച് പോലും കാണത്തില്ല. റോഡ് ഫുള്ള് വരെ ഇവിടെ ആൾക്കാർ പ്രാർത്ഥിക്കാനിരിക്കുവാണ് കേട്ടോ. ആ ഒരു കാര്യത്തിൽ ഈ ആൾക്കാർ, അതായത് മുസ്ലിംസ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ആൾക്കാരെ ഞാൻ സമ്മതിക്കുന്നു. കാരണം അവർ നമ്മൾ ഹിന്ദുക്കളോ ക്രിസ്ത്യൻസോ ചെയ്യുന്നതല്ല, എൻ്റെ കണ്ണിൽ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, എൻ്റെ കണ്ണിൽ കണ്ട കാര്യം ഞാൻ പറയുകയാണ്. അവരെ പ്രോപ്പറായിട്ട് ഒരു വെള്ളിയാഴ്ച പോലും നമുക്ക് റോഡിൽ സ്ഥലം പോലും കിട്ടത്തില്ല പോകാൻ. അങ്ങനെയാണ് അവിടുത്തെ പള്ളിയുടെ കാര്യം. പിന്നെ ഞാനിതാ അങ്ങോട്ട് നടന്ന് പോവുകയാണ്. ഇവിടെ എല്ലാം പള്ളികളുണ്ട് കേട്ടോ, അടുപ്പിച്ചവിടെ എല്ലാം പള്ളിയാണ്. പള്ളിയുടെ ഇപ്പുറത്താണ് ഹോസ്പിറ്റൽ. ഈ പള്ളിയുടെ ചുറ്റും നിൽക്കുന്നത് മിക്ക ഔഷധം, നമ്മുടെ നാട്ടിലെ ഔഷധങ്ങളായിട്ടുള്ള ചെടികൾ ഫുള്ളുണ്ട്. ഇതാ നിൽക്കുന്നത് നമ്മുടെ പനയാണ്. അത് ഈന്തപ്പന, നമ്മുടെ ചുമന്ന കായാണ്, യെല്ലോ കളറിലെ കായും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ ചെമ്പകം, മറ്റേ ഈ കിഴാർ, നെല്ലി, കയ്യോന്നി ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ ഞാൻ പറിച്ചിട്ടുണ്ട്. കറ്റാർ വാഴപ്പോള, പിന്നെ നമ്മുടെ വേപ്പിൻ്റെ ഇലയാണ് ഇവിടെ ഓൾമോസ്റ്റ് കൂടുതലുള്ളത്. അതാണ് ഞാൻ പോകുന്ന ഹോസ്പിറ്റൽ കേട്ടോ, NMCയുടെ. അത് ഒരു ചെറിയ ഫസ്റ്റ് ബിൽഡിങ്. അതിനപ്പുറത്ത് കാണുന്നതാണ് ഏറ്റവും വലിയ മെയിൻ ബിൽഡിങ്. ഞാനിപ്പോൾ മെയിൻ ബിൽഡിങ്ങിലാണ് പോകുന്നത്. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. പിന്നെ എക്കോ ടെസ്റ്റ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല, ഒന്നിലും എല്ലാം ഓക്കെയാണ്. ഞാൻ തിരിച്ചു പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. കാരണം ഹോസ്പിറ്റലിനകത്ത് നമുക്ക് വീഡിയോ അലൗഡ് അല്ലല്ലോ, അതുകൊണ്ട്. ഭയങ്കര വെയിലാണ്, അത് കാരണം ഞാൻ പതുക്കെ നടന്ന് പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസം ഓഫ് ഡേ അങ്ങ് തീർന്നു. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുറകെ കാണുന്നത് നമ്മുടെ പഴയ ബേക്കറിയാണ്, നമ്മുടെ ബോൺ ബേക്കറി ഉണ്ടല്ലോ. അതായത് ഓൺ ഫുഡാണ്, അവർ തന്നെ അവരുടെ ബേക്കറിയിൽ ഉണ്ടാക്കുന്നതാണ് ബ്രെഡ്, കേക്ക്, അങ്ങനെയുള്ള ഐറ്റംസ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.